ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ വാഴയ്ക്കയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. വളരെ കുറഞ്ഞ ചേരുവയിലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പാൽ വാഴയ്ക്ക തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആവശ്യത്തിന് പഴുത്തിട്ടുള്ള 2 ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം എടുക്കുമ്പോൾ എപ്പോഴും ആവശ്യത്തിന് പഴുത്ത നേന്ത്രപ്പഴമായിരിക്കും കേട്ടോ നല്ലത്. ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴവും ഒട്ടും പഴുക്കാത്ത നേന്ത്രപ്പഴവും നമ്മുടെ ഈ ഒരു പാൽ വാഴയ്ക്കയ്ക്ക് നല്ലതായിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നേന്ത്രപ്പഴത്തിൻ്റെ വലിപ്പത്തിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരുപാട് തിക്കായിട്ടും കട്ട് ചെയ്യരുത്, ഒരുപാട് തിന്നായിട്ടും കട്ട് ചെയ്യരുത്. ഒരു മീഡിയം സൈസിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കൊരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ശേഷം ഇതേ കടായിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നാൽ മാത്രം മതിയാവും കേട്ടോ. ആ ഒരു നെയ്യിൽ കിടന്ന് ഇതൊന്ന് ചെറുതായിട്ട് വഴഞ്ഞു വന്നാൽ മതിയാകും. നമ്മൾ എടുക്കുന്ന നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന നേരത്തിന് അതങ്ങ് ഉടഞ്ഞു പോകും. പച്ച നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കറയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ ഒരു പാൽ വാഴയ്ക്കയ്ക്ക് വരും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളറും ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു സോസ് പാനിലേക്ക് 2.5 കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് ചവ്വരി എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു 20 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ചവ്വരിയാണ്. അത് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചവ്വരി കുതിർത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചവ്വരി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു കടായിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പശുവിൻ പാലാണ് കേട്ടോ. 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പാലെടുക്കുമ്പോൾ എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അതാകുമ്പോൾ നമ്മുടെ ആ ഒരു പാൽ വാഴയ്ക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പാടെയൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ പാലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നേരത്തെ നമ്മൾ വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള അളവിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടും കൂടി ഇരിക്കണേ. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചവ്വരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയിട്ടെടുക്കണം. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ. ഇത് ചവ്വരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും. നമ്മളിപ്പോൾ ചവ്വരി ഒഴിക്കുമ്പോൾ ഇത് ഇത്തിരി ലൂസായിട്ടിരിക്കും, പക്ഷേ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് കുറുകി കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ, കുറുക്കിയെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പം ചെറുതായിട്ടൊന്ന് കുറുക്കി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. ഒരുപാട് കുറുക്കി എടുക്കരുത്. ഒരുപാട് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് ഇരിക്കുമ്പോൾ ഒരിത്തിരി കൂടി കുറുകും. അപ്പം ബുദ്ധിമുട്ടായിരിക്കും കുടിക്കാനൊക്കെ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽവാഴയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുറഞ്ഞ ചേരുവകളൊക്കെ തന്നെ ഉള്ളൂ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.